ഹായ്, ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു കൃഷിത്തോട്ടം ഞാൻ കാണിച്ചു തരാം. കുഞ്ഞു കൃഷിത്തോട്ടം എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, എന്നാലും ഒരു കുഞ്ഞിത് ഞാൻ കാണിച്ചു തരാം. അവിടെ എന്തൊക്കെ എൻ്റെ ഈ കൃഷിത്തോട്ടത്തിലുള്ളതാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാവേ നിങ്ങൾക്ക്. അപ്പോൾ ദാ മണ്ടയിലാണ്, കണ്ടോ, ഇതാണ് എൻ്റെ കുഞ്ഞു കൃഷിത്തോട്ടം. അപ്പോൾ എല്ലാം ഏകദേശമൊക്കെ പോയി, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ. ഞാൻ ഇഞ്ചിയാണ് കൂടുതൽ ഇവിടെ വച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ മുളക്. ഇതെന്ത് മുളകാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, എന്നാലേ അറിയാവൂ. ഇതെല്ലാം കൂടുതൽ ഇഞ്ചിയാണ് കേട്ടോ ഞാൻ വച്ചിട്ടുള്ളത് ഇവിടെ. പിന്നെ ഇതും ഒരു മുളകാണ്. ഇത് നമ്മുടെ കോവലാണേ. കോവൽ വള്ളിയൊക്കെ ദാ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും കായ് പിടിച്ചിട്ടില്ല. വള്ളിയൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഇതാണ് കേട്ടോ, നമ്മുടെ ഇഞ്ചി തന്നെയാണ് കൂടുതലുള്ളത്. ഇതും ഇഞ്ചിയാണ്. പിന്നെ നമ്മുടെ വഴുതന ഉണ്ടായിരുന്നു, പക്ഷെ വഴുതനങ്ങ വാടിപ്പോയി. ഒരു വഴുതനങ്ങ അവിടെ നിൽപ്പുണ്ട്, അതെടുത്തില്ല. പിന്നെ നമ്മുടെ ചേമ്പുണ്ട്, ഇതും വഴുതനമാണ്. കത്തിരിക്ക എന്ന് പറയും, നമ്മൾ സാമ്പാറിലൊക്കെ മുറിച്ചിരുന്ന കത്തിരിക്ക. പിന്നെ പയറുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ പയർ വന്നില്ലല്ലോ എന്നുണ്ട്, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളൊക്കെ വരും. അപ്പോൾ ഇത് പോവാൻ എന്തെങ്കിലും വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പോൺവിഴി എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടതുകൊണ്ട്. കണ്ടോ, പയർ വരുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ പയർ നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളായതുകൊണ്ട് നമുക്ക് നേരെ ഒന്നും കിട്ടിയില്ലായിരുന്നു. കണ്ടോ, ഇതാണ് അപ്പോൾ എൻ്റെ കുഞ്ഞു കൃഷിത്തോട്ടം. പിന്നെ 2-3 വെണ്ടയ്ക്ക നിൽപ്പുണ്ട്, പക്ഷേ ഇത് കണ്ടില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം കൊണ്ട് ഇത് ഇങ്ങനെ വരുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നവർ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ, ഇത് മാറാനായിട്ട് എന്താണ് ഒരു വഴിയെന്നുള്ളത്. പിന്നെ നമ്മുടെ മുളക്, ഇവിടെയും മുളകാണ് കേട്ടോ. നമുക്കിതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാവേ, വെള്ളം ഒഴിച്ചിട്ട് പോകാമേ. പൈപ്പ് ഇവിടെ ഉണ്ട്. എൻ്റെ കുഞ്ഞൊരു കൃഷിത്തോട്ടം. നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് താഴോട്ട് പോകാം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ദാണ്ട് ഇതുപോലെ മൊത്തം ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ, ചെടിയുടെ ഇലയ്ക്കൊക്കെ. അപ്പോൾ നല്ലതുപോലെ അവർക്ക് നമ്മൾ മഴ പെയ്തൊരു ഇത് കിട്ടത്തില്ല. അപ്പോൾ ചെടികളെ മൊത്തത്തോടെ ഒന്ന് നനഞ്ഞ് നല്ല ഇതായിട്ട് നിൽക്കും. അധികം ഇലയൊന്നും വാടാണ്ട്. ഇപ്പോൾ ഒന്നാതെ വെയിലല്ലേ, അപ്പോൾ വെയിലാവുമ്പോൾ നമ്മൾ നല്ലതുപോലെ ചെടിക്ക് നല്ല വെള്ളം നനച്ച് കൊടുക്കണം. 2 നേരം ചെടികൾ നനച്ച് കൊടുത്താൽ അത്രയും ഇതായിരിക്കും. ഇതൊരു കുഞ്ഞ് അത്തിപ്പഴമാണ് കേട്ടോ. അത്തിപ്പഴം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ അത്തിച്ചക്ക എന്ന് പറയും, നിങ്ങളുടെ അവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ. ഒരു ഈച്ച വന്നിരിക്കുക. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാവേ. ടാറ്റാ.